മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിസ്കരിക്കാൻ മുറി ആവശ്യപ്പെട്ട സംഭവത്തിൽ പ്രതികരിച്ച് കോളേജ് പ്രിൻസിപ്പൽ. കോളേജിന്റെ 72 വർഷത്തെ ചരിത്രത്തിൽ ഇത്തരമൊരു ആവശ്യമുണ്ടായിട്ടില്ല. പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ അച്ചടക്ക നടപടിയില്ലെന്നും ഇവരെ തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കുമെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. വിവരങ്ങളുമായി കിരൺകുമാർ ചേരുകയാണ്. കിരൺ, 72 വർഷത്തെ കോളേജിന്റെ ചരിത്രത്തിൽ ഇത്തരമൊരു സംഭവം ആദ്യമായിട്ടാണെന്നാണ് പ്രിൻസിപ്പൽ പറഞ്ഞതോടൊപ്പം ഈ വിദ്യാർത്ഥികളുടെ ആവശ്യം, അവർക്ക് സമീപത്ത് പള്ളിയുണ്ട്, പള്ളിയിൽ നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്, എന്നിട്ടും പ്രിൻസിപ്പലിനെ ക്ലാസ് മുറിയിൽ നിസ്കരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഉപരോധിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ നിലപാടിൽ നിന്ന് മാറ്റമില്ല എന്ന് തന്നെയാണ് പ്രിൻസിപ്പൽ ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നത്, അല്ലേ? KP, തീർച്ചയായിട്ടും ഏതായാലും നിസ്കരിക്കാനുള്ള മുറി അത് കോളേജിനുള്ളിൽ അനുവദിക്കാൻ കഴിയില്ല എന്ന തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് തന്നെയാണ് നിർമ്മല കോളേജിന്റെ അധികൃതർ എത്തിയിട്ടുള്ളത് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ഉണ്ടായപ്പോൾ തന്നെ അധികൃതർ വ്യക്തമാക്കിയതാണ്, കോളേജിന്റെ ഉള്ളിൽ ഇത്തരം നടപടികൾ വെച്ചു പൊറുപ്പിക്കാൻ കഴിയില്ല, ഇത് ശരിയായ നടപടിയല്ല എന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ കോളേജ് അധികൃതർ വ്യക്തമാക്കിയതാണ്. ഏതായാലും ഇതിനിടയിലാണ് ഈ കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പലിനെ തടയുന്നതടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നത്. ആ സമയത്ത് കോളേജ് അധികൃതർ വ്യക്തമാക്കിയ ഒരു കാര്യം, ഇനി ചർച്ച ചെയ്തതിന് ശേഷം, അതായത് മാനേജ്മെന്റ് അധികൃതരോടും കൂടി ചർച്ച ചെയ്തതിന് ശേഷം ഈ വിഷയത്തിൽ ഒരു നിലപാട് അറിയിക്കാം എന്നുള്ളൊരു കാര്യമാണ് പ്രിൻസിപ്പൽ അടക്കമുള്ള ആൾക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. ഇന്ന് അധികൃതരുമായി, അതായത് മാനേജ്മെന്റിലെ അധികൃതരുമായിട്ട് ചർച്ച കോളേജിൽ തന്നെ നടന്നിരുന്നു. ഈ ചർച്ച ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ചർച്ചയ്ക്കിടയിലാണ് ഈ പ്രിൻസിപ്പൽ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. 72 വർഷത്തെ ചരിത്രത്തിൽ തന്നെ ഇത് കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ ഈ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കെതിരായിട്ട് തൽക്കാലം അച്ചടക്ക നടപടികളില്ല എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. നിലവിലിപ്പോൾ ഈ വിദ്യാർത്ഥികൾ ചെയ്തിട്ടുള്ളത് തെറ്റാണ്, ഈ തെറ്റിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അത് അവരെ ബോധ്യപ്പെടുത്തും എന്നുള്ളൊരു കാര്യം തന്നെയാണ് നിർമ്മല കോളേജിന്റെ പ്രിൻസിപ്പൽ അറിയിച്ചിരിക്കുന്നത്. അതായത് ചർച്ച ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വിദ്യാർത്ഥി സംഘടനകളുമായിട്ടാണോ ഈ ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നത്? കോളേജ് മാനേജ്മെന്റ് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഇനി ഏത് തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തുമെന്ന് കണ്ടറിയുന്നുണ്ട്. ഒപ്പം മതമേലധ്യക്ഷന്മാർ, ഇസ്ലാം മതമേലധ്യക്ഷന്മാരടക്കം ഈ ഒരു വിഷയത്തിൽ ഇടപെടണം, കൃത്യമായ രീതിയിൽ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ള ആവശ്യവും ഇതിനകം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ഇടപെടലും പ്രതീക്ഷിക്കാമോ? KP, നിലവിലിപ്പോൾ ഈ നടക്കുന്ന യോഗത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിനിധികളെ ആരെയും തന്നെ പങ്കെടുപ്പിക്കുന്നില്ല, അവരാരെയും ഈ യോഗത്തിലേക്ക് വിളിക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് കോളേജ് അധികൃതർ എടുത്തിരിക്കുന്നത്. കാര്യം ഇത് ചില വിദ്യാർത്ഥികൾ മാത്രം ആരംഭിച്ചിട്ടുള്ള ഒരു പ്രതിഷേധമാണ്. ഒരു വിഭാഗം വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു ആവശ്യമുള്ളത്. ഇതിനിടയിൽ ചില വിദ്യാർത്ഥി സംഘടനകൾ, പ്രത്യേകിച്ച് MSF-ഉം SFI-യിലെയും വിദ്യാർത്ഥി സംഘടനകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ആളുകൾ കൂടി ഇതിന് പിന്തുണ പ്രഖ്യാപിച്ച് എത്തി എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ മൊത്തത്തിൽ ഒരു വിദ്യാർത്ഥി സംഘടന ഇതിനെ പിന്തുണച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഏതായാലും വിദ്യാർത്ഥികളുമായിട്ട് ചർച്ച ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് കോളേജ് അധികൃതർ സ്വീകരിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ഇവർക്ക് മതപരമായിട്ടുള്ള കാര്യങ്ങൾ നടത്താനായിട്ടുള്ള അനുമതി അത് നേരത്തെ തന്നെ കോളേജ് അധികൃതർ നൽകിയിട്ടുള്ളതാണ്. ക്യാമ്പസിനുള്ളിലല്ല, പുറത്ത് ആ കാര്യങ്ങൾ നടത്താം എന്നുള്ളൊരു അനുമതി നൽകിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ഈ നിസ്കരിക്കുന്നതിനടക്കമുള്ള കാര്യങ്ങൾക്കായിട്ട് കൂടുതൽ സമയം ഇന്റർവെല് അനുവദിച്ചിട്ടുണ്ട്. ഈ ഇന്റർവെൽ അടക്കം ഇവർ അനുവദിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കോളേജിനുള്ളിൽ തന്നെ പ്രത്യേക മുറി വേണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കുന്നത്. ഈ കോളേജിന് ഏതാനും മീറ്ററുകൾക്കുള്ളിൽ തന്നെ, ചുറ്റളവിൽ തന്നെ മസ്ജിദുകൾ ഉള്ളതാണ്. ഇവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പോയി നിസ്കരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സൗകര്യങ്ങളുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ചില വിദ്യാർത്ഥികൾ മാത്രം ഈ കോളേജിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇവർക്ക് നിസ്കരിക്കണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കുന്നത്. ഏതായാലും ഈ കാര്യം അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ കോളേജ് അധികൃതർ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ അധ്യാപകരും പ്രിൻസിപ്പളും ഈ കാര്യം വ്യക്തമാക്കിയതാണ്. ഏതായാലും വിദ്യാർത്ഥികൾ പ്രിൻസിപ്പളിനെ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതിനെ തുടർന്നാണ് ഈ കാര്യത്തിൽ കൂടുതൽ ചർച്ച ചെയ്ത് കാര്യങ്ങൾ വ്യക്തമാക്കാം എന്നുള്ളൊരു നിലപാട് നേരത്തെ പ്രിൻസിപ്പൽ എടുത്തിരുന്നത്. ഏതായാലും ഈ കോതമംഗലം അതിരൂപതയുടെ കീഴിലുള്ള ഓട്ടോണമസ് കോളേജാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജ്. ഏതായാലും അതിരൂപതയുടെ അടക്കം ആളുകളുമായി ചർച്ച ചെയ്തതിന് ശേഷമാണ് ഈ ഒരു നിലപാടിലേക്ക് കോളേജ് അധികൃതർ എത്തിയിട്ടുള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. KP.
യെസ്, അത്തരത്തിൽ ഇപ്പോൾ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും വിദ്യാർത്ഥികളുടെ ഇത്തരത്തിലുള്ള നിലപാട് MSFന്റെയും SFIയുടെയും നിലപാടുകൾക്ക് വഴങ്ങേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഏകദേശം എത്തിയിരിക്കുന്നത്. അതുതന്നെയാണ് പ്രിൻസിപ്പലിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. കിരൺ കുമാറാണ് വിവരങ്ങൾ നൽകിയത്.